ഇത്? എന്ത് ബഹളം ഇത്? ബാക്കിയുള്ളവർക്ക് ഇവിടെ ഇരിക്കണ്ടേ? സിദ്ധു അല്ലേ ഇപ്പൊ അവിടെ നിന്നത്? എവിടെ? സിദ്ധു അല്ലേ സിദ്ധു അവിടെ നിന്നോണ്ട് പേപ്പർ ചുറ്റി എറിഞ്ഞോണ്ടിരുന്ന്. എന്തെന്ന്? ശിവ നീ കണ്ടില്ലേ? ശിവ നീ സിദ്ധു അവിടെ നിക്കണ കണ്ടില്ലേന്ന്? ആവോ എനിക്കറിയാൻ പാടില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഒരു ആവശ്യമില്ലാണ്ട് വല്ല ഇടിയും കിട്ടി. എനക്ക് ഒന്നുമില്ല പോടുന്ന്. അമ്മായിക്ക് എന്തായിരുന്നു പ്രശ്നം? അമ്മ എന്തിനാ എന്നെ കിടമ്പത്തി അലറിയത്? അല്ല നീ എന്തിനാ അറിയത്? അമ്മ അലറിയോണ്ടല്ലേ ഞാൻ അറിയത്. അപ്പൊ സിദ്ധു എന്തിനാ അറിയത്? ഞാൻ അലറില്ലല്ലോ. എന്റെ പൊന്നളി എനിക്കൊന്നും അറിയത്തില്ല. അമ്മ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ എന്തൊക്കെ പറഞ്ഞ? സിദ്ധു അല്ലേ അലറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഓടിയത്. ഇതൊക്കെ ഏത് കഥ? സത്യം പറയാ. ഞാൻ സത്യം പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയത്തില്ല. ഒറ്റ വിട്ടിട്ട് ഞാൻ വന്നല്ലേ ഇങ്ങോട്ട് ഇപ്പോ. അയ്യോ ഒറ്റയാടിന് വന്നതാ. ലച്ചേ നിനക്കൊരു കാര്യം അറിയണോ? സിദ്ധു ആ കഥവിന്റെ പുറകെ നിന്ന് നിന്നെ പേപ്പർ ചുരുട്ടി എറിഞ്ഞോണ്ടിരിക്കായിരുന്നു. ഞാനാ? എന്തിനാ അമ്മ വെറുതെ കള്ളം പറയാൻ? അത് ശരി. അപ്പൊ നീയാണല്ലോ എന്റെ തലയിലേക്ക് പേപ്പർ ചുരുട്ടി എറിഞ്ഞത്. വന്നേ വേണ്ട. ഞാൻ അങ്ങോട്ട് വരും. വേണ്ട. ഇവിടെ നിൽക്കണോ? മര്യാദയ്ക്ക് അവിടെ നിൽക്കും. അയ്യോ എല്ലാരും ഇവിടെ ഉണ്ട്. ഒറ്റ ഒരെണ്ണം അടുക്കളയിൽ കയറത്തില്ല. ആ ലച്ചു ഇവിടെ. ഈ കൊച്ചിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്തോ ചെയ്യാനാന്ന് പറ. அம்மா கை பார்த்து சொல்லுங்க. ഇത് കേശുവിന്റെ കൂട്ടുകാരൻ സുജിത്ത് അല്ലയോ? സുജിത്ത മോളായിരുന്നോ? അല്ല കയ്യെ പിടിച്ചപ്പോഴേ വിറവുള്ളി പോലെ ഇരിക്കുന്നു. ശരിയാണല്ലോ മടല് വിട്ട് വരുന്നുണ്ട്. പോന്ന് അമ്മൂമ്മക്ക് മനസ്സിലായി ഞാനാന്ന്. എന്നിട്ട് ചുമ്മാ എന്നെ കളിയാക്കാൻ പറയുമല്ലേ? അല്ല മോളെ, സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല. അല്ല മോളിപ്പോ മരുന്ന് വഴിയാന്നോ? ആ ആന്റി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര വിശപ്പ്. അയ്യോ മെർലിൻ ഇന്നേക്ക് സ്പെഷ്യൽ എല്ലാം ഒന്നും ഇല്ലപ്പാ. സ്പെഷ്യൽ ഒന്നും ഇല്ലെന്നല്ല, പച്ചക്കറി പോലും ഇല്ലെന്നേ ഇവിടെ. ഓ പാവം മെർലൻ തനൊക്കെ ചോദിച്ച സ്ഥിതിക്ക് മെർലനെ തലേ ദിവസത്തെ കഞ്ഞി ഇരിപ്പുണ്ടോ? എടുക്കട്ടെ. എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട. എനിക്കിനെ കടിച്ചു പറിക്കാൻ പറ്റിയ വല്ലതും വേണം. അയ്യോ എന്നാ പിന്നെ അമ്മൂമ്മ ഒരു കാര്യം ചെയ്യുമ്മ, തേങ്ങ കൊണ്ടുപോയി പൊതിച്ചിട്ടേ മടലോട്ട് കടിച്ച് പറിക്കിട്ട്. നിനക്ക് അത്ര കടിച്ചു പറിക്കാൻ വല്ലതും വേണമെന്നുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് വന്നപ്പോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വരണമായിരുന്നു. ചിക്കനോ മട്ടനോ എന്താന്ന് വെച്ചാ. അതേ മെറിനെ കൊണ്ടുവരണമായിരുന്നു. എന്നിട്ട് വീട്ടിൽ പറയണമായിരുന്നു മരുമോനെ പൊരിച്ചും കറി വെച്ചും കൊടുക്കാനാന്ന്. തന്നിട്ടന്നെ ആ ബെസ്റ്റ്. എന്നിട്ട് വേണം ഡാഡിയെ നിർത്തി പൊരിക്കാനായിട്ട്. അത് പറഞ്ഞപ്പോഴാ എങ്ങോട്ടൊന്നും പറഞ്ഞാ വന്നേക്കുന്നേ. കണ്ടിപ്പാ ചൊല്ലിരിക്ക മാട്ട ഇങ്ങേന്ന്. ഡാഡി വീട്ടിലില്ല. അങ്ങനെ പറ. പക്ഷെ നിന്റെ ഡാഡി ആയതുകൊണ്ടേ പറയാൻ പറ്റൂല. നീ മനസ്സിൽ പറയുന്നവരെ പുള്ളി കണ്ടുപിടിച്ചെങ്കിൽ വന്നു കളയും. ഏയ് ഡാഡി ഇന്നലെ പോയി, അതുകൊണ്ട് ഇനി വരാൻ ചാൻസ് ഇല്ല. ഓ സേഫ്. എന്നാ പിന്നെ മമ്മീനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നുവിടായിരുന്ന? മമ്മിയോട് ഞാൻ പറഞ്ഞതാ ഇങ്ങോട്ടാ വരുന്നേന്ന്. മമ്മിക്ക് മന്നെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പേടി. എന്തായാലും ഒരു ദിവസം മെർലിന്റെ ഡാഡി ഉള്ളപ്പോ ഞങ്ങൾ ഇടിച്ചു കയറിയെന്ന് വരും. അതെ അതെ, അതിനോട് ഞാൻ യോജിക്കുന്നു. ഞാനും അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ എപ്പോഴാന്ന് വെച്ചാൽ ഇടിച്ചേറി അങ്ങോട്ട് പോണതാണ് നല്ലത്. എന്തായാലും ഞാൻ വരത്തില്ല. ഞാൻ ഇവിടെ വീട്ടിൽ വല്ലതും കാണും. ചേട്ടാ മെർലിൻ ചേച്ചിയുടെ ഡാഡിയുടെ കയ്യിൽ തോക്കൊക്കെ ഉള്ളതാ. ചേട്ടൻ വരാതിരിക്കുന്ന തന്നെ നല്ലത്. நம்ம போகும்போது ஒரு தட்டுல வெஜிடபிள்ஸ் ஃப்ரூட்ஸ் பூவு எல்லாமே சேர்த்து கொண்டு போலாம். അയ്യോ ഇത് മാത്രമാക്കണ്ട ആന്റി. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു കോഴി അതിനോട് കൊണ്ടിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം. என்ன சிவா இது? நான் கல்யாணம் பேசுறதுக்கு தட்டு எடுத்துட்டு போற விஷயம் சொன்னேன். അയ്യോ ആന്റി, നമ്മൾ പോണതേ ഇവളുടെ ഡാഡി എടുത്തോട്ടാണ്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് റീത്തും കൊണ്ടുവരാം. നിങ്ങൾ എല്ലാരും കൂടി വട്ടം തന്നതിന്റെ ഡാഡി അങ്ങ് കളിയാക്കുക അല്ലേ? അയ്യോ മനസ്സിലാക്കി കളഞ്ഞു. ചേട്ടാ ചേട്ടൻ പെട്ടെന്ന് വലുതാവാൻ നോക്ക്. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാം. ഓ എനിക്ക് വലുതാവണ്ടായേ. എന്താടാ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ നിന്റെ തലയിലാവുന്നുള്ള പേടിയല്ലേ നിനക്ക്? അയ്യോ ഞാൻ അങ്ങനെ വെച്ചല്ല, ഞാൻ ഈ തമാശക്ക് നമ്മളിങ്ങനെ പറയുന്നേ. മെർലിനെ ചുമ്മാതാ, തമാശയൊന്നുമല്ല. നീ ശ്രദ്ധിച്ചോ, ഈ ഇടയായിട്ട് ഇവര് നിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല. നോ ഡെഡിക്കേഷൻ, നോ അറ്റൻഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്.
എന്തോന്ന് ശ്രദ്ധിച്ചെന്നുണ്ട് പാറുടെ ആവശ്യമില്ലാത്ത പറഞ്ഞേ ശിവ എന്താ എനക്ക് എവക്ക് പോകുന്നില്ല തന്നെ അവളതൊക്കെ വിശ്വസിക്കും ചു, നിർത്തിക്കോട്ടാന്നേ നീ വന്നേ എന്തിന്? ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. പിള്ളേര് ചുമ്മാ തമാശക്ക്. നീ വാ. ചെല്ലടാ വിളിക്കണ പോ. ചെല്ലി ചേട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി. പാവം